തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ക്രിസ്തു കണ്ടതും നമ്മളോട് കാണാൻ പറഞ്ഞതുമായ അത്ഭുതങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടില്ല. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വയലിലെ പൂക്കളെ നോക്കുവിൻ. പക്ഷികളെയും പൂക്കളെയും നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ, നോക്കിയിട്ടില്ല. ഒരത്ഭുതം കാണണമെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് മിഴി തുറക്കാൻ ക്രിസ്തു പറയുന്നു. അപൂർവ അനുഭവങ്ങളെ മാത്രം നമ്മൾ അത്ഭുതങ്ങളെന്ന് തെറ്റിദ്ധരിച്ചു. 5 അപ്പം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു. അത് 1000-ൽ 5000-ൽ പരം പേർക്ക് നൽകപ്പെട്ടു. 1000-ങ്ങൾക്കായി വർദ്ധിപ്പിക്കപ്പെട്ട അപ്പം അത്ഭുതമാണെന്ന് കണ്ടപ്പോൾ അറിയാതെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാനുള്ള നമ്മുടെ മിഴി അടഞ്ഞും പോയിട്ടുണ്ട്. 5 അപ്പത്തിലെ ദൈവാനുഭവം കണ്ടെത്തണം. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് മണ്ണിൽ അഴിഞ്ഞില്ലാതാകുന്നു. ആ ശൂന്യതയിൽ നിന്നും ഭൂമിയുടെ പുറന്തോട് പൊട്ടിച്ച് 2 തളിരില പുറത്തു വരുന്നു. അത് വളർന്നൊരു ഗോതമ്പ് ചെടിയാകുന്നു. അതിൽ നിറയെ ഗോതമ്പ് മണികളാകുന്നു. ഇത് പൊടിഞ്ഞു കുഴഞ്ഞ് മാവായി അപ്പമാകുന്നു. ഈ അപ്പക്കഷ്ണത്തിൽ മണ്ണും മഴയും മഞ്ഞും മരവുമുണ്ട്, വെയിലുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പ്രത്യേക ആനുപാതികത്തിൽ മനുഷ്യൻ്റെ നാവിൻ തുമ്പിൽ രുചിക്കും വിധം ദൈവം ചേർത്തിരിക്കുന്നു. ഇത് അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ് അത്ഭുതം? നിത്യവും കാണുന്ന സൂര്യോദയം, വീശുന്ന കാറ്റ്, ഈ വെളിച്ചം എല്ലാം അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു പോയത് ഈ അത്ഭുതം കാണാൻ മിഴിയടഞ്ഞു പോയതുകൊണ്ടാണ്. ജീവിതം ഒരു അത്ഭുതമായി നിൽക്കുന്നു. അപ്പോഴും ജീവിതത്തിന് പുറത്തെന്തോ തേടി അത്ഭുതമെന്ന് കരുതി നമ്മൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുക. അത്ഭുതങ്ങളാണെല്ലാം. ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രമാണ് ജീവിതം. സ്നേഹപൂർവ്വം.